നമസ്കാരം. ഏക സിവിൽ കോഡ് നടപ്പാക്കുക എന്നത് സർക്കാരിൻ്റെ പ്രതിബദ്ധതയാണ് എന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിഷയത്തിൽ രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുവാൻ പ്രതിപക്ഷം ശ്രമം നടത്തുന്നു എന്നുകൂടി അദ്ദേഹം കുറ്റപ്പെടുത്തുകയാണ്. ഈ പ്രത്യേകതരമായിട്ടുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ രാജ്യത്ത് നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏക സിവിൽ കോഡ് നടപ്പാക്കണമെന്ന് ഈ സർക്കാർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അത് ഞങ്ങളുടെ പ്രതിബദ്ധതയാണ് എന്നുള്ളതാണ്. ഇക്കാര്യം ഞാൻ ഇതിനോടകം തന്നെ പലരോടും പറഞ്ഞിട്ടുണ്ട് എന്നും പ്രതിപക്ഷത്തു നിന്നുള്ള പലരും ഈ വിഷയം ജാതിയുടെയോ മതത്തിൻ്റെയോ പ്രത്യേക വിഭാഗത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ അനാവശ്യമായി ഉയർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നുണ്ടോ എന്നും രാജ്നാഥ് സിംഗ് പറയുകയാണ്. ശരീഅത്തും ഹദീസും അനുസരിച്ച് ജീവിക്കുവാനുള്ള മുസ്ലിങ്ങളുടെ അവകാശം ഏക സിവിൽ കോഡ് ഇല്ലാതാക്കുമെന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളെയാണ് രാജ്നാഥ് സിംഗ് തള്ളിക്കളയുന്നത്. ഒരിക്കലും അത്തരത്തിലൊരു സമീപനം ഉണ്ടാകാൻ പോകുന്നില്ല. ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാനുള്ള അവകാശമുണ്ട്. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നതിൽ ആർക്കും എതിർപ്പുണ്ടാകേണ്ടതില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് എന്നും ആരുടെയും വിശ്വാസത്തിനോ പാരമ്പര്യത്തിനോ അത് കോട്ടം വരുത്തുകയില്ല എന്ന് തന്നെയാണ് രാജ്നാഥ് സിംഗിൻ്റെ വാദം. പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തതിനു ശേഷം പ്രതിഷേധങ്ങൾ ഉണ്ടായില്ലല്ലോ എന്ന ചോദ്യത്തിന് അങ്ങനെ ചെയ്താൽ പ്രതിപക്ഷത്തെ ജനങ്ങൾ അവിശ്വസിക്കുമെന്ന് തന്നെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തങ്ങളുടെ സർക്കാർ രൂപീകരിച്ചാൽ ഇത് ചെയ്യുമെന്ന് പൊതുജനങ്ങൾക്ക് ഉറപ്പ് നൽകാൻ അത്തരത്തിലുള്ള ഒരു അജണ്ട ഈ പ്രതിപക്ഷത്തിനുണ്ടോ? അവർക്കില്ല എന്നുള്ളതാണ്. പ്രതിപക്ഷത്തുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും പൊതുജനങ്ങൾക്കിടയിലുള്ള അവിശ്വാസത്തിൻ്റെ അടയാളമാണത്. ആളുകൾ അവരുടെ വാക്കുകൾ പോലും വിശ്വസിക്കാത്ത ഒരു സാഹചര്യമാണുള്ളത്. പ്രതിപക്ഷം ഇതിനെക്കുറിച്ച് പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട്. എന്നാൽ പൗരത്വ ഭേദഗതി നിയമം മൂലം ആരുടെയും പൗരത്വം ഇല്ലാതാക്കാൻ പോകുന്നില്ല എന്നുള്ളത് തനിക്ക് ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ കഴിയുമെന്ന് തന്നെയാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞു വെക്കുന്നത്. ഇവിടെ ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരുന്നതും ഇനി അഥവാ ഇതല്ല ഇതിനപ്പുറം CAA നടപ്പാക്കിയാൽ ആളുകൾക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെയും പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ. ആരോഗ്യകരമായിട്ടുള്ള ജനാധിപത്യത്തിൽ ആളുകളെ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കരുത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അത് എന്ന് പറയേണ്ടി വരുന്നു. ദേശീയ പൗരത്വ രജിസ്റ്ററിനെതിരായ NRCക്കെതിരായ അതിൻ്റെ എതിർപ്പിനെയും രാജ്നാഥ് സിംഗ് കൃത്യമായി ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഈ നീക്കത്തിൽ എന്താണ് തെറ്റായിട്ടുള്ളത് എന്ന് അദ്ദേഹം ചോദിച്ചു വെക്കുന്നു. ഇന്ത്യയിലെ പൗരന്മാരുടെ രജിസ്റ്ററിൽ എന്തിനാണ് എതിർപ്പ്, അല്ലെങ്കിൽ അങ്ങനെ എതിർപ്പ് രേഖപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യൻ വംശജനല്ലാത്ത ഒരു മുസ്ലിം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇന്ത്യൻ പൗരത്വം ലഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാൾക്ക് പൗരത്വം ലഭിക്കില്ല എന്ന തെറ്റിദ്ധാരണ സൃഷ്ടിക്കുവാനാണ് ശ്രമം നടക്കുന്നത്. ജാതിയുടെ മതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പേരിൽ രാഷ്ട്രീയം കളിക്കുന്നവരല്ല തങ്ങളെ എന്ന് ഇതിനോടകം തന്നെ പലവട്ടം പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ് എന്നും അത്തരം പ്രത്യേക സാഹചര്യങ്ങളിൽ ആർക്കെങ്കിലും ഇന്ത്യൻ പൗരത്വം എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സർക്കാരിനത് പരിഗണിക്കാൻ കഴിയുമെന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. ഈ ബിൽ തയ്യാറാക്കുന്ന സമയത്ത് തന്നെ പാക് ഗായകൻ അദ്നാൻ സ്വാമിക്ക് പൗരത്വം നൽകിയിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. NRCയെക്കുറിച്ച് ഓർത്ത് ആരും പേടിക്കേണ്ട കാര്യമില്ല. ആളുകൾക്കിടയിൽ അനാവശ്യമായിട്ടുള്ള പേടി അല്ലെങ്കിൽ ഭയം സൃഷ്ടിക്കുകയാണ്. തെറ്റായ വിവരങ്ങളും ഊഹാപോഹങ്ങളും പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് പ്രതിപക്ഷം മാറി നിൽക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പൊതുജനങ്ങളുടെ ഇടയിൽ പ്രതിപക്ഷം വിഡ്ഢികളാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പോകുന്നു. ആളുകളെ അഭിമുഖീകരിക്കുവാനുള്ള ധൈര്യമാണ് പ്രതിപക്ഷത്തിന് വേണ്ടത് എന്നുകൂടി മന്ത്രി പറഞ്ഞു വെക്കുന്നു. അങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വോട്ട് നേടി അധികാരത്തിലെത്താമെന്ന് കരുതുന്ന പ്രതിപക്ഷത്തിന് ഒരിക്കലും കഴിയില്ല ഇത്തരത്തിലുള്ള വാദങ്ങളെന്ന് കൂടി സൂചിപ്പിക്കുകയാണ് രാജ്നാഥ് സിംഗ്. ഏക സിവിൽ കോഡ് നടപ്പാക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ബാധ്യതയും ഉത്തരവാദിത്വവും പ്രതിബദ്ധതയുമാകുമ്പോൾ അത് അടുത്ത സർക്കാരിൻ്റെ കാലത്ത് നടപ്പാക്കുക തന്നെ ചെയ്യുമെന്നുള്ള ഉറപ്പും ഓർമ്മപ്പെടുത്തലും നൽകുകയാണ് രാജ്നാഥ് സിംഗ്. ഒരു ഇന്ത്യ കെട്ടിപ്പടുക്കുമ്പോൾ ആ ഇന്ത്യക്കുള്ളിൽ ആ മഹാരാജ്യത്തിനുള്ളിൽ ജീവിക്കുന്നവർക്കെല്ലാം ഏക സിവിൽ കോഡ് എന്ന് പറയപ്പെടുന്ന സംവിധാനം എത്രത്തോളം പ്രയോജനപ്രദമാകുമെന്ന് മനസ്സിലാക്കണമെങ്കിൽ ജാതിയുടെയും മതത്തിൻ്റെയും വേലിക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ അത് നടക്കൂ എന്നും സംശുദ്ധ രാഷ്ട്രീയമുള്ളവർക്ക് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അത് എന്നും എന്നാൽ അഴിമതിയുടെ കറപുരണ്ട രാഷ്ട്രീയക്കാർക്ക് തൊട്ടതെല്ലാം ഇത്തരത്തിൽ വിഡ്ഢിത്തമായിട്ട് തോന്നുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്നും പറഞ്ഞു വയ്ക്കുന്നു. ഒരു വിഷനുള്ള ഒരു സർക്കാർ ജനങ്ങളെ വികസനത്തിൻ്റെ പാതയിലേക്ക് നയിക്കണം, അത്തരത്തിൽ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നും 2047 ആകുമ്പോഴത്തേക്കും ഒരു വികസിത രാജ്യം, വികസിത ഇന്ത്യ എന്നുള്ള സ്വപ്നം മുന്നിൽ കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരാണ് നരേന്ദ്രമോദി നയിക്കുന്ന കേന്ദ്ര സർക്കാർ എന്നും ആ കേന്ദ്ര സർക്കാരിൽ ജനങ്ങളിൽ 70% വരുന്നവർക്ക് ഇപ്പോൾ വിശ്വാസമുണ്ട് എന്നും അത്തരത്തിലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ വടക്കേ ഇന്ത്യയെന്നും തെക്കേ ഇന്ത്യയെന്നും വേർതിരിവില്ലാതെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും BJPയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൽ ഉൾപ്പെടുത്തി അവർക്ക് നീതിയുക്തമായിട്ടുള്ള രീതിയിൽ
നിർവഹിക്കപ്പെടേണ്ട എല്ലാ തരത്തിലുമുള്ള നിയമപരമായിട്ടുള്ള പരിഗണന നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സർക്കാർ സംവിധാനം ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നത് എന്നും അത്തരത്തിലൊരു സംവിധാനം ഉണ്ടാക്കിയെടുത്താൽ ഇന്ത്യ മുഴുവനും ഒരൊറ്റ സംവിധാനത്തിന് കീഴിലുണ്ടാവുകയും ആ സംവിധാനത്തിന് കീഴിൽ നിന്നുകൊണ്ട് ജനങ്ങളെ വികസന സ്വപ്നങ്ങളിലേക്ക്, വികസന പാതയിലേക്ക് നയിക്കാമെന്നും കരുതുകയാണ് കേന്ദ്ര ക്യാബിനറ്റ് ചെയ്യുന്നത് എങ്കിൽ അതിനോടൊപ്പം നിൽക്കാൻ കഴിയാതായി പോകുന്നവർ അഴിമതിക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നവരാണ് എന്ന് പറയേണ്ടി വരുമെന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ്. ഇത്തരത്തിൽ ഏക സിവിൽ കോഡ് മാത്രമല്ല, പൗരത്വ ഭേദഗതി അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കുവാൻ വേണ്ടി സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ഒരു കൃത്യമായ അജണ്ടയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിൻ്റെ, നട്ടലുള്ള ഒരു സർക്കാരിൻ്റെ മേന്മയാണ് എന്ന് കരുതുക. അതിന് നേതൃത്വം നൽകുന്നവരുടെ ഏറ്റവും വലിയ വിഷനാണ് അത് എന്ന് നിങ്ങൾ ഓർമ്മിക്കുക.